എല്ലാവർക്കും നമസ്കാരം. അപ്പൊ എന്റെ ഒരു പുതിയ വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു വ്ളോഗാണ് നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കാൻ പോകുന്നത്. കാരണം ഞാനൊരു 7ാം ക്ലാസ് വരെയൊക്കെ എന്റെ വീട്ടില് കണ്ടിന്യൂസ് ആയിട്ട് എന്റെ ജനനം മുതലേ ഒരു 7ാം ക്ലാസ് വരെ പഠിക്കുന്ന ഒരു കാലഘട്ടം വരെ എന്റെ വീട്ടിൽ കോഴികൾ ഉണ്ടായിരുന്നു. പിന്നെ എപ്പോഴോ അതില്ലാത്തൊരവസ്ഥ. അപ്പൊ ഈ ലോക്ക്ഡൌൺ പീരീഡില് ഞാൻ ഏറ്റവും അധികം ആഗ്രഹിച്ച് ചെയ്ത ഒരു കാര്യമാണ് കോഴി വളർത്തൽ എന്ന് പറയുന്നത്. അപ്പൊ കുറെ കോഴികൾ, ഒരു 10-30 കോഴികളെ ഞാൻ വാങ്ങിച്ച്, ചെറിയ കുട്ടികളെയാണ് വാങ്ങിച്ചത്. ഇപ്പൊ അവ വളർന്ന് വലുതായി. അപ്പൊ അതിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾ എല്ലാവരും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ തന്നെ കമന്റ്, ഷെയർ ഇതൊക്കെ ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്റെ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ എല്ലാവർക്കും സ്വാഗതം. കുറെ നാളുകളായി വിചാരിക്കുന്ന ഒരു കാര്യമായിരുന്നു കോഴി വളർത്തൽ. അങ്ങനെ ഇരിക്കെ അപ്രതീക്ഷിതമായി ലോക്ക്ഡൗൺ വന്നു. പിന്നെ ഒന്നും ആലോചിച്ചില്ല, ഒരു 30 കോഴിക്കുഞ്ഞുങ്ങളെ വാങ്ങി. 1 മാസം പ്രായമുള്ള നല്ല ഇനം കോഴിക്കുഞ്ഞുങ്ങളെയാണ് വാങ്ങിയത്. തൃശ്ശൂർ ജില്ലയിലെ ഒല്ലൂരുള്ള ഹാച്ചറിയിൽ നിന്നാണ് കോഴിക്കുഞ്ഞുങ്ങളെ കൊണ്ടുവന്നത്. അങ്ങനത്തെ സ്ഥലത്തുനിന്ന് വാങ്ങുമ്പോൾ ഒരു ഗുണമുണ്ട്, കുത്തിവയ്പ് കഴിഞ്ഞിരിക്കും. വിവിധ തരം കളർ കോമ്പിനേഷനുകളിലുള്ള കോഴിക്കുഞ്ഞുങ്ങളെയാണ് ഞാൻ കൊണ്ടുവന്നത്. കറുപ്പും വെളുപ്പും ചുവപ്പും അങ്ങനെ അങ്ങനെ നല്ല ചുറുചുറുക്കുള്ള കുഞ്ഞുങ്ങളെ നോക്കിയെടുത്തു. നാടൻ കോഴികളും ഗ്രാമശ്രീ കോഴികളും ഇടകലർത്തിയാണ് വാങ്ങിയത്. നമ്മുടെ കാലാവസ്ഥയ്ക്ക് അനുയോജ്യമായ കോഴികളാണ് അവ. രോഗപ്രതിരോധ ശക്തി ഉള്ള ഇനങ്ങൾ. 8 ചാത്തൻ കോഴികളും 22 പിടക്കോഴികളുമാണ് ഞാൻ വാങ്ങിയത്. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, കൂട് വൃത്തിയായി സൂക്ഷിക്കണം. കാഷ്ടം കളയാനുള്ള സൗകര്യം ഉണ്ടാകണം. കൂട്ടിൽ എപ്പോഴും നല്ല ശുദ്ധമായ വെള്ളം ഉണ്ടായിരിക്കണം. തീറ്റ കൊടുക്കുന്നത് 2 നേരമാണ്, കാലത്ത് 7 മണിക്കും വൈകിട്ട് 4 മണിക്കും. ചോളത്തവിടും തേങ്ങപ്പിണ്ണാക്കും ചോറും കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്ത് കൊടുക്കണം. പിന്നെ എൻ്റെ പറമ്പിൽ വിടുമ്പോൾ എല്ലാം കുത്തിപ്പറക്കി തിന്നോളും. എന്താ വെറ്റുകളുടെ ഉഷാറല്ലേ? പറമ്പിലുള്ള പുല്ല് കൊത്തി തിന്നുന്നതിനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. പച്ചക്കറി വേസ്റ്റ്, ഇലകൾ തുടങ്ങിയവയും ഇഷ്ടം തന്നെ. ഇതാ കണ്ടോ, എൻ്റെ കയ്യിൽ നിന്ന് കൊത്തി തിന്നാൻ എന്താ അർത്തി. പിന്നെ ഒരു കാര്യം പറയാൻ മറന്നു, വെള്ളം വെച്ച് കൊടുക്കുമ്പോൾ കുറച്ച് മഞ്ഞപ്പൊടി ചേർത്ത് കൊടുക്കുന്നത് നന്നായിരിക്കും. രോഗപ്രതിരോധ ശക്തി ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ കോഴികളെ സ്നേഹത്തോടെ വളർത്തിയാൽ മനസ്സ് നിറയുന്ന ഒരു ഫീലിംഗ് ഉണ്ടാവും, എന്തെന്നില്ലാത്ത ഒരു അനുഭൂതി. ഭൂമിയിലേക്ക് വേരുകൾ ഇറക്കുന്ന പച്ചയായ മനുഷ്യജീവിതം നമുക്ക് ആസ്വദിക്കാനാവും. ആ ആസ്വാദനമാണ് ജീവിതത്തിന് അർത്ഥം നൽകുന്നത്. കോഴികളുടെ ഒരു ദിവസം ആരംഭിക്കുന്നത് 6 മണിക്കാണ്. 6 മണിക്ക് നമ്മൾ കോഴീനെ പുറത്തേക്ക് വിടും. അതിനുശേഷം 9 മണിയോട് കൂടെ കോഴികളെ കൂട്ടിയിലോട്ട് കയറ്റും. അതിനുശേഷം ഒരു ലോങ് ഇടവേളയാണ്. പിന്നീട് 4 മണിക്ക് വീണ്ടും കോഴികളെ പുറത്തോട്ട് ഇറക്കും. പുറത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ പറമ്പിൽ, ഈ ചുറ്റുവട്ടം തന്നെ ഇറക്കും. അതിനുശേഷം 6 മണിക്കാണ് വീണ്ടും കൂട്ടിലോട്ട് കയറ്റുന്നത്. കോഴികൾക്ക് ഞങ്ങൾ തിന്നാൻ കൊടുക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ തേങ്ങ പിണ്ണാക്കും, പിന്നെ ചോറും, പിന്നെ ചോളത്തവിടും ഇത് മിക്സ് ചെയ്തിട്ട്, വെള്ളം കൂടെ മിക്സ് ചെയ്തിട്ട് അതാണ് ഇവയ്ക്ക് തിന്നാനായിട്ട് കൊടുക്കുന്നത്. പിന്നെ പച്ചക്കറി അരിഞ്ഞതും നെല്ലും തുടങ്ങി എല്ലാവിധ സംഭവങ്ങളും ഇവയ്ക്ക് കൊടുക്കുന്നുണ്ട്. അതാണ് ഇവ ഇത്ര വേഗത്തിൽ വളരാനായിട്ടുള്ള കാരണം. അപ്പോൾ വീണ്ടും എല്ലാവരോടും പറയാണ്, കോഴിക്കൃഷി വളരെ ആദായകരമായിട്ടുള്ള ഒരു കൃഷിയാണ്. എല്ലാവർക്കും പെട്ടെന്ന് ചെയ്യാവുന്ന ഒരു കൃഷി കൂടിയാണ്. ദാ ഇവനെ കണ്ടോ, ഇവനാണ് ഞങ്ങളുടെ ടൈഗർ, ഞങ്ങളുടെ ഏറ്റവും പ്രിയപ്പെട്ടവൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും അടുത്ത വീഡിയോയിലൂടെ കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.